ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളൊക്കെ ആയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ? നമ്മുടെ ഗച്ചാപ്പിന്റെ കല്യാണമാണ്. അപ്പോൾ അതിന്റെ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഹൽദിയാണ്. അപ്പോൾ ഹൽദിയും ബ്രൈഡ് ടു ബി ആയിട്ടും ഒരുമിച്ചാണ്. അപ്പോൾ ഹൽദീൻ്റെ കുറച്ച് പരിപാടിയൊക്കെ നേരത്തെ ബ്രൈഡ് ടു ബിയുടെ കുറച്ച് പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനി മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെയാണ്. ഇതേ മണവാട്ടിയുടെ നിൽക്കുള്ളൂ, അങ്ങനെ കെട്ടിപ്പോവാണ്. അപ്പോൾ എന്തായാലും ഇൻട്രൊഡക്ഷൻ വീഡിയോ പകുതി വെച്ച് കട്ടായി പോയി. ഇപ്പൊ ഞങ്ങള് റൂമിലാണ്. മൈലാഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പൊ ഇട്ട് പകുതി ആയതേ ഉള്ളൂ. ഞങ്ങളുടെ അവസ്ഥ ഫ്ലാഷ് അടിച്ച് വ്ലോഗ് എടുക്കുന്ന. പിന്നെ എനിക്ക് നല്ല ജലദോഷം പണി കിട്ടി, നല്ല സുഖം. പിന്നെന്താ പറ. ഹർഷിന ഗച്ചാപ്പിയുടെ കസിനാണ്. കുറച്ച് നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ, നമുക്കറിയാം. പക്ഷെ നമ്മൾ അടുത്ത് വന്നിട്ടില്ല, എപ്പോഴാണ് അടുത്തത്? ബാക്കി കുറച്ച് എന്റെ വീഡിയോസ് ആയിട്ട് കട്ടൗട്ടായിട്ട് വരുന്നതാണ്. ഒരുപാടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും ആൾക്കാരുടെ ബഹളം, ശബ്ദം, എന്തായാലും മൈലാഞ്ചി ഇടുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ആണ്. കല്യാണ പെണ്ണ് ശരിക്ക് എന്താ ഗച്ചാപ്പി? രണ്ട് വാക്ക് സംസാരിക്കും. ആരും കല്യാണം കഴിക്കരുത്, പക്ഷെ പെട്ടുപോയതല്ലേ. അങ്ങനെ ആഗ്രഹിച്ച ഒടുവില് അവരുടെ ദിവസം വന്നെത്തി. അപ്പൊ ഗൈസ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ ചത്തുകുത്തി നിൽക്കുവാണ്. ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നാളെ ഇപ്പം മെഹന്തി ഡേ വൺ പറ. കല്യാണത്തിന് ടെൻഷനുണ്ടോ? ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്താ, നീ കിടന്നുറങ്ങാൻ. നാളെ മെഹന്തിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി വീഡിയോസൊക്കെ വരാം. അപ്പോൾ ഗൈസ് ഗച്ചാപ്പി മെഹന്തിയുടെ ഇതിനായിട്ട് ഒരുങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ കോലം കണ്ടു, ഇവിടെ കുളിച്ച്, ഞാൻ കുളിച്ചില്ല, നല്ല കോലം. അപ്പോൾ ഒരുങ്ങുന്ന വീഡിയോസൊക്കെ കിട്ടുമെന്നറിയില്ല. അവിടെ ഇവളുടെ കസിനാരൊക്കെ ആയിട്ടാണ് പോണത്, ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോ ആയിട്ടുള്ള ബാക്കി മെഹന്തിയുടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളായിട്ട് ബാക്കി ഇതാക്കാം. ഒരുങ്ങി ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കാണിച്ച ചുമന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബാക്കി വീഡിയോസ് മെഹന്തി ആ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് ഞാൻ എടുത്തിട്ട് നിങ്ങളെ എല്ലായിട്ടും മൊത്തത്തിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ പറ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ മെഹന്തിക്ക് പോകാൻ റെഡിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ബ്രൈഡലിൽ ഇതിന് ഒരുങ്ങാൻ വേണ്ടി പോയിട്ട് അവിടുന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടി വീട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. ഞങ്ങളിത് റെഡിയായി ഓഡിറ്റോറിയത്തിൽ പോകാൻ ഞാൻ നിൽക്കുകയാണ്. ഒരാളും കൂടെ ഉണ്ട്, ഇവളുടെ പോയിക്കുക. ഞങ്ങളെല്ലാം റെഡിയായി. ഇതാണ് ഞങ്ങളുടെ മെഹന്തി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ബാക്കി ഓഡിറ്റോറിയത്തിലൊക്കെ പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് കട്ടൗട്ടായിട്ട് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഓൾറെഡി കല്യാണം പറഞ്ഞ് നിന്നേ, പക്ഷെ എനിക്ക് അങ്ങനെ പനി ജലദോഷമൊക്കെ ആയി. കാരണം കോളേജിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് മഞ്ഞൊക്കെ കൊണ്ട് നല്ല പണി കിട്ടിയിരിക്കുക. അതുകൊണ്ട് ആകെ ഒരു മൂടും ഇല്ല. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മെഹന്തിയൊക്കെ ഇപ്പോഴാണ് ജസ്റ്റ് ഇട്ടത്. എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ വരാം. ഓക്കെ, ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇനി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം. തിരിച്ചു ഇരിക്കുന്ന വീഡിയോയും മൈലാഞ്ചി ഇടുന്ന പരിപാടിയൊക്കെയാണ്. എല്ലാം വരുന്നത് പാർട്ടി കാണിക്കുന്നതാണ്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അവിടെ ചെറുതാണ്. എങ്ങനെയുണ്ട്? ടെൻഷനുണ്ടോ? നിനക്ക് ടെൻഷനുണ്ടോ? ഗച്ചാപ്പി ഭയങ്കര ടെൻഷനാണ് ഗൈസ്. അവിടെ ഞങ്ങൾ കട്ട പോസ്റ്റല്ലേ, അവിടെ മെഹന്തിയും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞ് പിന്നെ എടുക്കും. ഇനി അവളുടെ കസിൻസും കുറേ ആൾക്കാരൊക്കെ ഇനി കല്യാണം മെഹന്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷമിക്കും. ഇപ്പം എന്തായാലും ടെൻഷൻ കൊണ്ടിട്ടാണ്
കുറച്ച് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കണം. ഫുഡ് അടിക്കുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റും. ചൂട് പരിപ്പോട കട പരിപ്പോട അണ്ണാക്ക് പൊള്ളിയിട്ടുണ്ട്. ഇവൻസിന്റെ പേരെന്തുവാ? MS ഇവൻസ്. സെറ്റ് പരിപ്പടയും പീടിക, ചായ പീടിക എന്ന ഏരിയയാണിത്. നെല്ലിക്കുണ്ട്, മുളകുണ്ട്, എല്ലാം ഉണ്ട്. ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗച്ചാപ്പിയുടെയും ഇവളുടെ കസിനാണ്, സെൽമ എന്നാണ് പേര്. അപ്പോൾ ഇവളെയും പിടിച്ച് ചുമ്മാ വ്ളോഗില്ലാത്ത കയറ്റി എന്തെങ്കിലും ആയിട്ട് ഇരിക്കട്ടല്ലേ, സംസാരിക്കും. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആളാണ്, പക്ഷെ ചുമ്മാ പിടിച്ച് കയറ്റിയതാണ്. കുറേ അവള് മെഹന്തി അവിടെ പരിപാടിയായിട്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മെഹന്തിയുടെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നാളെ കല്യാണത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇന്ന് ഗച്ചുവിൻ്റെ വെഡിങ് ഡേ ആണ്. ഞങ്ങൾ റെഡി വലിയ ഇതായിട്ടുള്ള ഡ്രസ്സ് കിട്ടിയില്ല, കാരണം നല്ല ചൂടായിരിക്കും, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 10:30 ആവുന്ന. അവൾ ഓഡിറ്റോറിയത്തിലേക്ക് വരാനായി. ഞാൻ ഇവിടെ വീട്ടിലേക്ക് ഒരുങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന് ഞങ്ങൾ അനിയത്തി പുറകെ പുറകെ വരും. അപ്പം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോവാം. അവിടുത്തെ ബാക്കി വെഡിങ്ങും കാര്യങ്ങളും താലിയിടലും പരിപാടിയൊക്കെ കാണിച്ചു തരാം. പറ്റുന്ന രീതിയിൽ നല്ല തിരക്കുണ്ടാവും, കാരണം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ പോകുന്ന വഴിക്കുള്ള ഇത് ഞാൻ കാണിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്നിച്ച് ഞങ്ങളിത് നല്ല കോലം തന്നെ കണ്ട, നല്ല വിയർപ്പും കാര്യങ്ങളും, ഭയങ്കര ചൂടാകത്തിരിക്കാൻ വയ്യാതെ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകണം. വൈകിട്ട് റിസപ്ഷൻ ഉണ്ട്, അതിൽ റിസപ്ഷനായിട്ട് വരണം. അങ്ങനെ ഗച്ചാപ്പിക്ക് ഹാപ്പി സ്വന്തമായി. അതന്നെ ആഗ്രഹം അങ്ങനെ നടന്ന് അൽഹംദുലില്ലാ. എന്തായാലും ഇനി റിസപ്ഷൻ്റെ ബാക്കി പരിപാടി മാക്സിമം ഇവിടെ അത്യാവശ്യം ഇൻസ്റ്റയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആമിയേഷ് അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, പക്ഷെ എടുക്കാനൊന്നും പറ്റുന്നില്ല ആരെയും. എന്തായാലും പറ്റുന്ന രീതിക്ക് വീഡിയോ കാര്യങ്ങളും എടുത്തിട്ട്, കാരണം നല്ല തിരക്ക്, വീഡിയോ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഞാൻ ബാക്കി വീഡിയോസൊക്കെ കാണിച്ചത്. അപ്പോൾ ഗൈസ്, മാരേജും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ റിസപ്ഷന് പോകാൻ നിൽക്കുക. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പം അവൾമാരൊക്കെ എല്ലാവരും വീട്ടിൽ പോയി. ഇപ്പോൾ ഗച്ചാപ്പി ഹബീബിൻ്റെ വീട്ടിൽ നിന്ന് നേരെ റിസപ്ഷനിൽ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാണും. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ. നല്ല ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. നല്ല ചൂടുണ്ട്. പിന്നെ ഇതാണ് റിസപ്ഷന് പോകാനുള്ള ഡ്രസ്സ്. വലുതായിട്ടൊന്നും ഒരുങ്ങിയൊന്നുമില്ല, ഒരുങ്ങിയിട്ടും കാര്യമില്ല. അവിടെ ചെന്ന് വിയർത്ത് ഒലിച്ച ഒരു പരുവാവും. എന്തായാലും റിസപ്ഷനും കാര്യങ്ങളും കൂടി പരിപാടി കഴിഞ്ഞ് ഭയങ്കര സങ്കടമുണ്ട്. അവൾ പോകുന്നതിൻ്റെ ഒരു ഇതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളും അതോടുകൂടി വൈൻഡപ്പ് ചെയ്യും. കാരണം മാരേജിൻ്റെയും ഹൽദിയുടെയും മെഹന്തിയുടെയും വീഡിയോ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ എടുത്തിട്ട് ബാക്കി വൈൻഡപ്പ് ചെയ്യും. എന്നാലും ബാക്കി അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്.